ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഇയുടെ ഈ വർഷത്തെ ക്യാബിനറ്റ് സ്ഥാനാരോഹണ ചടങ്ങായ തേജസ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് നടന്നു. ഇതിന്റെ ഭാഗമായി വിപുലമായ ജനക്ഷേമ ജീവകാരുണ്യ പദ്ധതികൾക്കാണ് ഡിസ്ട്രിക്ട് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സ്ഥാനാരോഹണ ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് MJF അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്ലോബൽ ആക്ഷൻ ടീം ഏരിയ ലീഡർ ലയൺ അഡ്വക്കേറ്റ് AV വാമനകുമാർ PMJF പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ R മോഹനഗോപാൽ PMJF ആയിരുന്നു സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഇൻസ്റ്റാളിംഗ് ഓഫീസർ. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ PS സുരാജ് MJF, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ വത്സല ഗോപിനാഥ് MJF, മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ലയൺ രവി ഗുപ്ത PMJF, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ K ഗോപി MJF തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഗോപിനാഥ് മുതുകാട് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഇയുടെ നേതൃത്വത്തിൽ വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 150 അങ്കണവാടികളിൽ അന്താരാഷ്ട്ര ലയൺസ് ഗ്രാന്റ് സഹായത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിർധനരായ 400 പേർക്ക് കൃത്രിമ കാലുകൾ, 100 പേർക്ക് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ, 4 റവന്യൂ ജില്ലകളിലെയും അർഹരായ 200 പേർക്ക് വീൽ ചെയറുകൾ, പ്രമേഹ രോഗികൾക്കായി 300 ഗ്ലൂക്കോമീറ്ററുകൾ, 7500 സ്ട്രിപ്പുകൾ തുടങ്ങിയവയും സൗജന്യമായി വിതരണം ചെയ്യും. അന്താരാഷ്ട്ര ലയൺസ് ഗ്രാന്റ് വിനിയോഗിച്ച് മൊബൈൽ ഒഫ്താൽമിക് യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നും പരിപാടിയിൽ പ്രഖ്യാപിച്ചു. ഇവിടെ 173 ക്ലബ്ബ് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ഡിസ്ട്രിക്ട് 318 എന്ന് പറയുന്നതിൽ 173 ക്ലബ്ബുകളാണ് ഇവിടെ പങ്കെടുത്ത് വൻ വിജയമായ ഒരു പ്രോഗ്രാമായിരുന്നു ഇവിടെ നടത്തിയിട്ടുള്ളത്. കുറേ സേവന പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം തുടക്കമിടുകയാണ്. ഈ വർഷം നല്ലൊരു വർഷത്തിന്റെ തുടക്കമായി മാറും. 300 ക്യാൻസർ രോഗികൾക്ക് കുടകൾ വിതരണം ചെയ്യും. 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധനയും കണ്ണട വിതരണവും നടത്തും. പരിസ്ഥിതി സംരക്ഷണം, കുട്ടികളിലെ ക്യാൻസർ പ്രതിരോധം എന്നീ മേഖലകളിൽ ക്ലബ്ബുകൾ മുഖേന സേവന പ്രവർത്തനങ്ങൾ നടത്തും. കൂടാതെ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. പയ്യന്നൂർ നഗരസഭയുമായി ചേർന്ന് പൊതുജനങ്ങൾക്കായി ഓപ്പൺ ജിം സ്ഥാപിക്കും. വയനാട് ചുരത്തിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത മേഖലയിൽ 5 കോടി രൂപ ചെലവാരംഭിച്ച ലയൺസ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ലയൺസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. 318യുടെ ചരിത്രത്തിൽ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ക്ലബ്ബുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടുള്ള ഒരു വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇന്ന് 1 കോടി രൂപ നമ്മുടെ മുത്തുകാടൻ സാറ് ലീഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലേക്ക്, ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രോജക്റ്റിലേക്ക് ഇന്ന് 1 കോടി രൂപ കൊടുക്കാൻ പറ്റി എന്നുള്ളതും വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഇന്ന് ചരിത്രത്തിൽ ഈ ദിവസം എപ്പോഴും ഓർമ്മപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ലയൺസ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളുമായി 3000-ഓളം പേരാണ് തേജസ് സംഗമത്തിൽ പങ്കെടുത്തത്. PROമാരായ രാജേഷ്, സുഭാഷ് നായർ എന്നിവരും ഷാനവാസ്, ബോബിഷ് കുന്നത്ത്, വിശോഭ് തുടങ്ങിയവരും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.